ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കോൺഗ്രസ്സുകാരനായ ശശി തരൂർ കോൺഗ്രസിനെ വിമർശിക്കുന്നതിൻ്റെ മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയെയും അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തരൂർ ലേഖനം എഴുതിയിരിക്കുന്നു. അടിയന്തരാവസ്ഥ ഭരണഘടനയെ ലംഘിക്കുന്ന, ഭരണഘടനാ തത്വങ്ങളെ ലംഘിക്കുന്ന ഒന്നായിരുന്നു അടിയന്തരാവസ്ഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് ചേക്കാറാൻ തരൂർ ശ്രമിക്കുന്നു എന്ന ആക്ഷേപം വളരെ വ്യാപകമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കമാണോ തരൂർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? തരൂർ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനേക്കാൾ തരൂർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കോൺഗ്രസിനെ തകർക്കാനായിട്ട് BJP എടുത്തിരിക്കുന്ന ഓപ്പറേഷൻ തരൂരാണ് ഇപ്പോൾ കൂടുതൽ നമ്മൾ ഫലത്തിൽ കാണുന്നത് എന്നുള്ളതാണ്. അത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനം ആയിരുന്നു. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിലും ഇന്ത്യൻ ജനതയുടെ ഇടയിലും ഒരു മതിപ്പുണ്ടാക്കി കൊടുത്ത ഒരു സംഭവമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പക്ഷേ ആ ഓപ്പറേഷൻ സിന്ദൂറിന് നിരവധി ട്രോളുകൾ അയച്ചുകൊണ്ട് അല്ലെങ്കിൽ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മിസൈലുകളാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മല്ലികാർജുന ഖാർഗെയും അടങ്ങുന്ന നേതൃത്വം അയച്ചുകൊണ്ടിരുന്നു. ഇതിനെ ഒരൊറ്റ S-400 ഒരു സുദർശന ചക്രം കൊണ്ട് BJP തകർത്തു എന്നുള്ളതാണ്. അത് മറ്റാരുമല്ല, ശശി തരൂർ ആയിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഓപ്പറേഷൻ സോണിയ പരിവാർ, അതെ, അതിനെ തകർക്കാൻ ഉപയോഗിച്ച ബ്രഹ്മോസാണ് തരൂർ. അപ്പോൾ തരൂർ ആ രീതിയിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തരൂർ എങ്ങോട്ട് പോകും ചോദിച്ചാൽ തരൂർ ഓൾറെഡി പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം BJP-യിലാണ്. കസേര വെറും സാങ്കേതികമായി കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൂറുമാറ്റ നിയമത്തിന്റെ ആ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എങ്ങനെ ആ പരിധി കടന്നു പോകാമെന്നുള്ളതിന്റെ ഒരു ഗവേഷണം കൂടെയാണ് ഇപ്പോൾ ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗവേഷണം ഭംഗിയായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP-യും നരേന്ദ്രമോദിയും പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ചാടിക്കയറി ഇങ്ങോട്ടൊന്നും വരണ്ട, ഇതുപോലൊക്കെ നിന്നാ മതി, ഇത് വന്നതിനപ്പുറമാണ്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് പണി നടത്താം, BJP അവിടേക്ക് നമുക്ക് വ്യാപിപ്പിക്കാം, അതുകൊണ്ട് അവിടെ നിന്നോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് പിടികിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പിടിവിട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിന് തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ തരൂരിൻ്റെയും കോൺഗ്രസിൻ്റെയും അവസ്ഥ. പക്ഷെ കോൺഗ്രസിന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കോൺഗ്രസ് അടപടലം തകരണത്തിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുപുറകെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ തരൂരെങ്ങാനും കയറി രാജിവെച്ച് കോൺഗ്രസ് വിട്ടാൽ അത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ചും CPM ഉയർത്തുന്ന ഒരു ആക്ഷേപം കോൺഗ്രസ് നേതാക്കളല്ല, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ്. അപ്പോൾ ആ ഒരു ആക്ഷേപത്തെ മറികടക്കാൻ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ശശി തരൂരിനെ പുറത്താക്കാതെ എങ്ങനെ കയ്യും കാലും വിരലും കെട്ടി പാർട്ടിയുടെ ഒരു മൂലക്കിരുത്താം എന്നുള്ള ഒരു ഗവേഷണമായിരിക്കും അവർ നടത്തുക. പക്ഷേ ഈ ഗവേഷണങ്ങളെ അതിജീവിക്കാൻ 2014 മുതൽ ശശി തരൂർ ഭംഗിയായി പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. 2009 മുതൽ 2014 വരെ അദ്ദേഹം കളിച്ചിരുന്നത് കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിനും അതുപോലെ റിസപ്ഷൻ കിട്ടിയിരുന്നു. മൻമോഹൻ സിംഗ് ആവട്ടെ, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആവട്ടെ, അല്ലെങ്കിൽ പാർട്ടി നേതാവ് സോണിയാഗാന്ധി ആവട്ടെ, മറ്റ് നേതാക്കളാവട്ടെ, ശശി തരൂരിനെ ഒരു അസറ്റായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം, വിദേശകാര്യം, മാനവ വിഭവശേഷിയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ മാനേജ് ചെയ്തുകൊണ്ട് പോയി. പക്ഷെ അതിനുശേഷം വന്ന മാറ്റം ഭയങ്കരമാണ്. ആ മാറ്റത്തിൽ ശശി തരൂർ അതൃപ്തനാണ്. അതുകൊണ്ട് അന്ന് മുതൽ ആദ്യം 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഇദ്ദേഹം അതിഭയങ്കരനാണ്, ഇദ്ദേഹം പ്രധാനമന്ത്രിയായത് ഇന്ത്യക്ക് ഒരു അസറ്റാണെന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. അത് തന്നെ കോൺഗ്രസ്സുകാർക്ക് കണ്ണിൽ മാറി. അതിനുശേഷം പിന്നീട് അദ്ദേഹം നടത്തിയ ഓരോ പ്രവർത്തനങ്ങളിലും ഇദ്ദേഹത്തിന് എവിടെയൊക്കെ അവർ വിലങ്ങിടുവോ അതൊക്കെ അതിജീവിക്കാൻ അദ്ദേഹം ഓരോ പരിപാടികൾ ഇട്ടുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് 2009-14 കാലഘട്ടത്തിൽ പാർലമെന്റിൽ ഇഷ്ടം പോലെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. നല്ല നല്ല വിഷയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ലോക്പാൽ ബില്ലിൽ സംസാരിക്കുക, പാർലമെന്റിന്റെ 60ാം വാർഷികത്തിന് കോൺഗ്രസിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി കഴിഞ്ഞാൽ പിന്നെ പ്രധാനിയായിട്ട് വന്നത് ശശി തരൂരായിരുന്നു.
പിന്നെ പ്രണബ് മുഖർജി കൂടെ ഉണ്ടായിരുന്നു. ഈ 4 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ അന്നത്തെ പ്രസംഗത്തിൽ കസറിയത് ശശി തരൂരായിപ്പോയി. മറ്റവരുടെ മുഴുവൻ പ്രസംഗങ്ങൾ വീക്കായി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രൊജക്റ്റ് ചെയ്തു. അവിടെ മുതലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് ശശി തരൂരിന് ശനിദശയും കോൺഗ്രസിനൊരു ഭൂതക്കണ്ണാടി വെച്ച് ശശി തരൂരിനെ നോക്കേണ്ട അവസ്ഥയും വന്നത്. നേതാവിനേക്കാൾ വലുതായി പോകുന്നു എന്നത്, പ്രസ്ഥാനത്തെക്കാൾ വലുതായി, നേതാവിനേക്കാൾ വലുതായി. കാരണം അദ്ദേഹത്തിന്റെ പിന്നെ ഒരു പാരമ്പര്യം, സാംസ്കാരിക തലം അങ്ങനെയാണ്, വിദ്യാഭ്യാസ തലം അങ്ങനെയാണ്. അദ്ദേഹം ഈ ഫെൽച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയിൽ 22ാമത്തെ വയസ്സിലാണ് പബ്ലിക് ഈ ഇന്റർനാഷണൽ അഫയേഴ്സിൽ ബിരുദാനന്തര ബിരുദം നേടി. അത് അന്ന് അങ്ങനെ ഒരു 22 വയസ്സിൽ നേടിയ ഒരാളെയും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്ര ചെറുപ്പത്തിലെ ആ മിടുക്ക് കാണിച്ച ആളാണ്. അതിന്റെ പിറ്റേ ദിവസത്തെ UN കയറുകയാണ്. കാരണം ഇങ്ങനെ ഒരു ആളെ കിട്ടിയല്ലോ എന്ന് UN അപ്പോഴേ അബ്സോർവ് ചെയ്യാണ്. അത് കഴിഞ്ഞ് UN പടിപടിയായി വരുന്ന അണ്ടർ സെക്രട്ടറി ജനറൽ വരെ 25 വർഷം കൊണ്ട് എത്തുകയാണ്. എന്നിട്ട് സെക്രട്ടറി ജനറൽ മത്സരിച്ചു. ബാൻ കി മൂണിനോട് അദ്ദേഹം തോറ്റത് സാങ്കേതികം മാത്രമാണ്, രാഷ്ട്രങ്ങൾ പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ വ്യക്തിത്വത്തിന്റെ കുറവല്ല. വ്യക്തിത്വം അദ്ദേഹം പോലും ഒരു കനത്ത പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായില്ല. ഇന്ത്യയിൽ നിന്ന് US-നോടൊക്കെ ഒരു അഭ്യർത്ഥന നടത്തി, മൻമോഹൻ സിംഗ് ഒരു ചെറിയ അഭ്യർത്ഥനയൊക്കെ നടത്തി ശ്രമിച്ചു എന്നല്ലാതെ അതിന് പല ഇതും കിട്ടിയില്ല. ഇന്നൊരു പക്ഷേ അദ്ദേഹം അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ മോദി കടുത്ത പിന്തുണ തന്നെ കൊടുക്കും. ഇന്നാണെങ്കിൽ രാഷ്ട്രങ്ങളെ അതിനൊന്നുള്ള സ്ട്രാറ്റജി അന്ന് ഇന്ത്യ ഗവൺമെന്റ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഇല്ലായിരുന്നു. മൻമോഹൻ സിംഗ് US-നോടൊക്കെ ഒരു ചെറിയ അഭ്യർത്ഥന നടത്തി, വിധേയനായിട്ട് നിന്ന് അവിടേക്ക് ഒരു ചെറിയ ഡിപ്ലോമസി നടത്തിയെന്നല്ലാതെ ഇതൊരു രാഷ്ട്രങ്ങളുടെ കൈവക്കിയുള്ള വോട്ടല്ലേ. ആ വോട്ടിന് 200ഓളം പറയുന്ന രാഷ്ട്രങ്ങളെ നമ്മൾ 195 അതാണ് ഞാൻ 200ഓളം വരുന്നത് പറഞ്ഞത്. കാരണം ചെറിയ പൊടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇപ്പം രംഗപ്രവേശനം ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 195നും ഭൂരിപക്ഷം കൈപൊക്കിയാലേ നമുക്കത് പ്രയോജനമുള്ളൂ. ആ പ്രയോജനം ലഭിക്കാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ടാണ് വന്നത്. എനിവേ, ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു കെട്ടാൻ പറ്റിയ ആളുകൾ കോൺഗ്രസിലില്ല എന്നുള്ളതാണ്. അതേസമയം BJP വാതിൽ മലർക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് യാതൊരു ഭയവും ഇല്ല. ഇതിനേക്കാൾ അപ്പുറത്തെ നേതാക്കളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വന്നാൽ ഉപയോഗിക്കുമ്പോൾ കളിച്ചാൽ വരുതിയിലാക്കി നിർത്താൻ ഞങ്ങൾക്ക് അറിയാം എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവർ യാതൊരു ഭയവും ഇല്ല. അവര് അങ്ങനെ ഒരു അശ്വമേധത്തെ അഴിച്ചു വിട്ടിരിക്കുകയാണ് തരൂർ എന്ന പേര്. അത് കോൺഗ്രസിനെ വേട്ടയാടുക തന്നെയാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. സംശയമില്ല, കോൺഗ്രസിനെ വേട്ടയാടുക. അവിടെ തന്നെ നിന്നോളാണ് പറയുന്നത്, ഇങ്ങോട്ടൊന്നും പെട്ടെന്ന് വരണ്ട. അവിടെ തന്നെ അവർ പുറത്താക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് സ്ട്രാറ്റജി ഇവിടെ കൂടാരം ഇവിടെ ഉറപ്പാണ്. അതെ, സ്ട്രാറ്റജി നമുക്ക് അപ്പോഴും പ്ലാൻ ചെയ്യാം. അപ്പോ ഒറ്റയ്ക്ക് വരണോ അല്ലെങ്കിൽ കുറച്ചുപേരെ, അതും ഒരു ചോദ്യമാണ്. കോൺഗ്രസിൽ നിന്ന് പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ തരൂരിനൊപ്പം പോകും എന്നൊരു ഭയവും കൂടിയുണ്ട്. അത് BJP കാത്തിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് സീറ്റ് വിഭജനം നടത്തുമ്പോഴാണ് കോൺഗ്രസിലെ കളി മാറാൻ പോകുന്നത്. അപ്പോഴാണ് അസംതൃപ്തരുടെ ഒരു കൂടാരം അവിടെ രൂപപ്പെടുക. അന്നേരം ശശി തരൂരിന്റെ കൂടെ വരാൻ ചിലർ തയ്യാറായാൽ, അവർക്ക് BJP പാളയത്തിൽ സീറ്റ് ഉറപ്പായാൽ ചില മാറ്റങ്ങൾ കേരളത്തിലും സംഭവിച്ചുകൂടായില്ല. ദേശീയ തലത്തിൽ പോലും ഇപ്പോൾ ഹൈക്കമാൻഡിനെ എതിർക്കുന്ന ഒരു ഭാഗം പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, BJP-ക്കാരായ ചിലർ, ഗുജറാത്തിൽ വെച്ച് പറഞ്ഞല്ലോ, ഗുജറാത്ത് AIC സമ്മേളനത്തിൽ പറഞ്ഞു, BJP-ക്കാരായ ചിലർ കോൺഗ്രസിനകത്തുണ്ട്, അവരെ ഞാൻ പുറത്താക്കും. അവർ BJP-ക്കാരല്ല, അവർ ഹിന്ദുത്വ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന കുറെ കോൺഗ്രസ്സുകാരുണ്ട്. അവരെ എങ്ങനെയും ഇതിന് പുറന്തള്ളണം എന്നുള്ളതാണ് ഇപ്പം രാഹുൽ ഗാന്ധി കണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജി. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അത്തരത്തിലുള്ള വിഭാഗങ്ങൾ, അസംതൃപ്തരായ വിഭാഗങ്ങളെയും കൂടെയൊക്കെ ഉൾപ്പെടുത്താൻ കേരളത്തിലും അങ്ങനെ ധാരാളം പേരുണ്ട് കോൺഗ്രസിൽ. തീർച്ചയായിട്ടും ഉണ്ട്. അവരെല്ലാം അസംതൃപ്തിയുടെ ആ മൂടുപടം എങ്ങനെ പൊട്ടിക്കണം, എവിടെ വെച്ച് അത് ബ്രേക്ക് ചെയ്യണം, മാന്യമായിട്ട് എങ്ങനെ പുറത്തു അവസരം കാത്തിരിക്കുകയാണ്. ആ അവസരങ്ങളുടെ കളിയിൽ തരൂർ ഒരു കരുവാണ്. അവരെ നയിക്കാൻ തരൂരുണ്ടെങ്കിൽ ഒരു പക്ഷേ, തരൂർ നയിച്ചില്ലെങ്കിലും തരൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ കൂടെ പോകും. നയിക്കാൻ പറ്റില്ലപ്പോൾ വേറെ ആളുകൾ വന്നിരിക്കും. കാരണം ഇത്തരം സ്ട്രാറ്റജികൾക്കൊന്നുമുള്ള വലിയ പക്വതയൊന്നും ശശി തരൂരിനുള്ളതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ, പാർട്ടിയെ പിളർത്തി ഒരു ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് അവിടെ ഉള്ള, കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് പോലും അദ്ദേഹത്തിന് ഒരു ലോബി ഉണ്ടാക്കാനോ ഒരു ടീമിനെ ഉണ്ടാക്കാനോ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇലക്ഷൻ വരും, ജനങ്ങളോട് എല്ലാവരും പറയും, കുറെ കോൺഗ്രസ്സുകാർക്ക് കരിസ്മാറ്റിക് വ്യക്തിത്വം
മുന്നിൽ നിർത്തി അദ്ദേഹം മത്സരിക്കുന്നു. താഴെത്തട്ടിലുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം പൈസ കൊടുക്കും. പോസ്റ്റർ എഴുതിയാൽ, പോസ്റ്റർ വെച്ചാൽ അല്ലെങ്കിൽ ചുവരെഴുതിയാൽ അതിന്റെ തന്നെ വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഗൂഗിൾ പേ അവന്റെ പോക്കറ്റിലേക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ അദ്ദേഹം ഈ ഇടത്തട്ടുകാരെയൊക്കെ ആദ്യത്തെ ഒരു ടൈമിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഈ കാശ് കൊടുക്കുന്ന ഇടത്തട്ടിൽ പലരും തിന്നുകൊണ്ട് പോവുകയാണ്. താഴെത്തട്ടിലുള്ള പാവങ്ങൾക്ക് കിട്ടുന്നില്ല, ദോശ വാങ്ങിക്കാൻ പോലുമുള്ള അട്ടുദോശയ്ക്കുള്ള പൈസ പോലും കിട്ടാറില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഇപ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ് ആണ്. 2-3 ടൈമായിട്ട് അദ്ദേഹം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ അദ്ദേഹത്തിന് അറിയാം, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. പക്ഷേ ഈ ആളെ കൂടെ നിർത്തുന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം ഇങ്ങനെ ഒരു പോക്ക് പോകും, ആ പോക്കിൽ ആരൊക്കെ വോട്ട് ചെയ്യുന്നു. അതെ. അതുകൊണ്ടാണ് ഈ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇദ്ദേഹം മത്സരിച്ചപ്പോഴും ആൾ പറഞ്ഞു ഇയാൾക്ക് 0 വോട്ടേ കിട്ടുള്ളൂ. പക്ഷേ ഏതാണ്ട് 10% വോട്ട് അദ്ദേഹം കിട്ടിയത് അതുകൊണ്ടാണ്. അതാണ് AICCയിൽ അവർ പിന്നീട് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിനെ എടുക്കാനും ഒക്കെ ഉള്ള കാരണം. അപ്പം അതുകൊണ്ട് തരൂർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തരൂർ ഓപ്പറേഷൻ അല്ല, അത് മോദി ഓപ്പറേഷൻ അല്ലെങ്കിൽ അമിത്ഷാ ഓപ്പറേഷൻ തന്നെയാണ്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂരിൽ കണ്ടതുപോലെ ഒരു റിസൾട്ട് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. അത് എങ്ങനെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് ഏതാനും മാസങ്ങൾക്ക് കഴിയാം. അതായത് 2026 നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ആ കാലഘട്ടത്തിൽ നമുക്കത് വ്യക്തമാകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.